എന്തൊക്കെയാണ് വിശേഷം, സുഖമാണല്ലോ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ ബില്ല് കണ്ടിട്ട് എന്തെങ്കിലും തോന്നാണ്ടോ? ഞങ്ങളുടെ ബില്ല് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നാമെന്നായിരിക്കും നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത്. നമ്മുടെ ഒരു വീക്കിലെ ബില്ലാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നെസ്റ്റോയിൽ ഒന്ന് കയറി. നെസ്റ്റോയിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ആണ് നമ്മൾ കുറച്ച് സോപ്പ് വാങ്ങി. കുറച്ചൊന്നല്ല, ഒരു ബോക്സ് സോപ്പ്, 2 ബോക്സ് സോപ്പ് വാങ്ങി കേട്ടോ, PA'സിൻ്റെ. അതിനുശേഷം കംഫർട്ട് വാങ്ങി 2 ബോക്സ്, 2 ക്യാൻ അതും വാങ്ങി. കാരണം നല്ലൊരു ഓഫർ കുറച്ച് നാളിന് ശേഷമാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം ഞാൻ വെളിച്ചെണ്ണ വാങ്ങാമെന്ന് വിചാരിച്ചു, വാങ്ങിയില്ല. കാരണം ഭയങ്കര റേറ്റ്. എനിക്കറിയില്ല എന്താണോ ഇത്രയും റേറ്റ് ഈ വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ കൂടിയാണ്. നാട്ടിലൊക്കെ തേങ്ങയ്ക്ക് ഭയങ്കര വിലയാന്ന് പറയണ്ടായിരുന്നു, ഇവിടെയും തേങ്ങയ്ക്ക് വില കൂടി. അതിനുശേഷം നമ്മൾ പോകുന്നത് നല്ല അടിപൊളിയായിട്ട് കേക്ക് ഇങ്ങനെ അടക്കിടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ പ്ലം കേക്കിനോട് വലിയ നോട്ടമൊന്നുമില്ല, പക്ഷേ എൻ്റെ കെട്ടിയോന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി പറഞ്ഞു ഒരു ബോക്സ് മേടിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഈ കേക്ക് നമ്മൾ ചൂസ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ അച്ചായന്മാർക്ക് കുറച്ച് ഇല്ലെങ്കിൽ എന്താ അല്ലേ, അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി. പക്ഷേ ഇത് നോൺ ആൽക്കോളിക് കണ്ടോ, നമ്മൾ മദ്യപാനത്തെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ചെയ്തു, ഒരു ബോട്ടിൽ എടുത്തിട്ട് നമ്മൾ ബില്ലടിക്കാൻ വേണ്ടി നിന്നു. വാങ്ങിയില്ല, കാരണം എന്തിനാലും ഇത്രയും കാശ് കൊടുത്ത് നമ്മൾ നമ്മുടെ കരളും ചങ്കൊക്കെ വാട്ടണേ. നമ്മൾ വാങ്ങിയില്ല കേട്ടോ. നമ്മൾ അങ്ങനെ തന്നെ സേഫായിട്ട് തിരിച്ചു വെച്ചു. അതിനുശേഷം നല്ല കണ്ണാടിക്കൂട്ടിൽ ഇഷ്ടം പോലെ പലഹാരങ്ങൾ. ഇതെല്ലാം എന്നെ നോക്കി ചിരിക്കുന്നു. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് തോന്നണില്ല ഇങ്ങനെ ചിരിക്കണ മോന്തിയായിട്ടിരിക്കണ മതി. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ വട്ടം കറങ്ങി കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ കെട്ടിയനോട് ചോദിച്ചു, എന്താ ഇവിടെ കറങ്ങണ പന്നില്ലേ എന്ന് ചോദിച്ചു. എന്നാൽ എന്നോട് ചോദിക്കാം, നിനക്കിതിൽ എന്തെങ്കിലും വേണോ? ചോദിച്ചില്ല. അതുകൊണ്ട് തന്നെ ഞാനൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങോട്ട് പോന്നു. അതിനുശേഷം തൊട്ടപ്പുറത്ത് ദേ ഇരിക്കുന്നുണ്ട് അടുത്ത ഫുഡ്. നല്ല ഉച്ച സമയത്താണോ ഞങ്ങൾ ചെന്നേ. ഫുഡ് പോലും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം ഒരു 2 മണി 2:30 ഒക്കെ ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങളവിടെ കയറിയത്. അതിനുശേഷം ഇതെല്ലാം കണ്ടു. അതിനുശേഷം നമ്മൾ ചിക്കൻ വാങ്ങി. ഒരു ചിക്കൻ നല്ല ഓഫർ ഉണ്ടായിരുന്നു, അപ്പോൾ എന്ത് ചെയ്തു, ഒരു ചിക്കൻ വാങ്ങി നമ്മൾ. അതിനുശേഷം ബീഫ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളിങ്ങനെ നോക്കി ഇതിലേതിനാണ് വിലക്കുറവെന്നൊക്കെ ഇങ്ങനെ തപ്പിപ്പറക്കി നടന്ന് അവസാനം ഞങ്ങളൊരു ബീഫ് കണ്ടുപിടിച്ചു. അങ്ങനെ ബീഫ് വാങ്ങി. കുറച്ച് നമുക്ക് എന്താ പറയുക, ഒന്ന് കടിക്കാൻ പറ്റുന്ന എല്ലൊക്കെ ഉള്ള ഒരു ടൈപ്പ്, എന്താ പറയുക, നെഞ്ചടിയോ വെണ്ണഞ്ചോ അങ്ങനെയൊക്കെ പറയില്ലേ, അത് തന്നെയാണ് തോന്നുന്നത്. അതിനുശേഷം നോക്കിയപ്പോൾ കുറേ അധികം നാളിന് ശേഷം തേങ്ങയ്ക്ക് ഓഫർ ഇട്ടായിരുന്നു. എന്നാൽ എടുക്കട്ടെ 10 എണ്ണം എന്ന് വിചാരിച്ചിട്ട് 10 എണ്ണം വാരിപ്പറക്കി ചാക്കിലാക്കിട്ടോ. അതിനുശേഷം മീൻ്റെ ഇടയിലേക്ക് ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു കിങ് ഫിഷ് വാങ്ങി. ഒരു കിങ് ഫിഷ് വാങ്ങിയില്ല, പകുതി വാങ്ങി. അത് ഇത്തിരി കൂടി പോയില്ലേ, ഒരെണ്ണം വാങ്ങിയെന്ന് പറഞ്ഞാൽ. അപ്പോൾ കിങ് ഫിഷ് വാങ്ങി. ഇഷ്ടം പോലെ മീൻ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ വീഡിയോ എടുത്തു. എൻ്റെ കഷ്ടപ്പാട് നിങ്ങൾ കാണണ്ടേ. അതിനുശേഷം ഞാൻ നോക്കി ഇപ്പോൾ ഉണക്കമീൻ ഇരിക്കുന്നു. ഉണക്കമീൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങളിതൊന്നും വാങ്ങിയില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഭയങ്കര റേറ്റ്. എനിക്കറിയില്ല ഉണക്കമീനൊക്കെ എന്താണോ ഇത്ര റേറ്റ്. എനിക്ക് കുറച്ച് പൊട്ടുംപൊടിയൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ഷ്രിംസിന് നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 12 തരംസിന് ഫ്രോസൺ ആണെങ്കിലും എന്താ പറയുക, 400ൻ്റെ 2 പാക്ക്, അതായത് 800 ഗ്രാം. അപ്പോൾ അത് വാങ്ങി കേട്ടോ. അതിനുശേഷം നല്ല കപ്പ വാങ്ങി. കാരണം കിങ് ഫിഷ് വാങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കപ്പയും കൂടി ഇരിക്കട്ടെ, എങ്ങനെ തോന്നിയാൽ നമുക്ക് കപ്പ വെക്കാലോ എന്ന് വിചാരിച്ചു. അതിനുശേഷം ഈ ഫ്രൂട്ട്സിൻ്റെ ഏരിയയിലേക്കൊക്കെ ഒന്ന് നടന്നു. എനിക്ക് വലിയ താല്പര്യമില്ലാത്ത ഏരിയ ആയതുകൊണ്ട് തന്നെ ഞാൻ വലിയ മൈൻഡൊന്നും ചെയ്തില്ല. പക്ഷെ എൻ്റെ കെട്ടിയവൻ കാര്യമായിട്ട് എല്ലാം നോക്കണ്ടായിരുന്നു. നല്ല അടിപൊളി ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ തോന്നും, പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു സാധനം. അതിനുശേഷം നമ്മൾ കുറച്ച് ഓറഞ്ച് വാങ്ങി കേട്ടോ. കാരണം ഈ ഓറഞ്ച് എനിക്ക് തോന്നുന്നു, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, എന്തെങ്കിലും അവിടെ. ആ ഓറഞ്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളത് വാങ്ങി. അതിനുശേഷം ഇതൊക്കെ കറങ്ങി നടന്ന് കണ്ടു. മുന്തിരി വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ആ ഏരിയയിലേക്ക് ചെന്നപ്പോൾ ഭയങ്കര റേറ്റ്. ക്രിസ്മസ് ആയിട്ട് വൈകിടാവുന്നൊക്കെ വിചാരിച്ചായിരുന്നു, പക്ഷേ ഭയങ്കര റേറ്റ്, നമ്മൾ മേടിച്ചില്ല. അതിനുശേഷം ഞാൻ പാല് വാങ്ങി. ശേഷം ഈ മുന്തിരി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് നല്ല മുന്തിരിയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതിങ്ങനെ കാണുന്നത്. അതിനുശേഷം ഞങ്ങളിങ്ങനെ കറങ്ങി നടന്ന് കുറച്ച് പായസത്തിനും മിക്സ് വാങ്ങി. ഇത്ര ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇത്ര ഉള്ളൂ.